എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഇത് ഡിസംബർ 31 വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാനിത് ഇപ്പം വിളക്ക് വെക്കാൻ പോകുന്നു. അതിനു വേണ്ടി കിണ്ടിയിൽ വെള്ളമൊക്കെ മാറ്റി കൊണ്ടുവച്ച് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം ഒന്നിരുന്ന് ടി വി ഒക്കെ കണ്ടതിന് ശേഷം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. രാത്രി ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമായിട്ടൊന്നുമില്ല, പുറത്തെവിടെയും പോകുന്നില്ല. വീട്ടിൽ തന്നെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി, അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കേക്ക് വാങ്ങി അത് കട്ട് ചെയ്യും, പിന്നെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കും, അത്ര തന്നെ. രാത്രി 12 മണിയാകുമ്പോൾ കേക്ക് കട്ട് ചെയ്യും. എല്ലാ വർഷവും കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്, ഫാമിലീസ് ആരെങ്കിലും ആയിട്ടുണ്ടാവും. ഇപ്രാവശ്യം ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു 2015, 16 അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ ബുർജ് ഖലീഫയിൽ പൊട്ട് കാണാൻ പോയിട്ടുണ്ടായി. അപ്പോൾ തിരിച്ചു വരുന്നത് ട്രാഫിക് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഒരു പ്രാവശ്യം കേക്ക് കട്ട് ചെയ്തത് ഏതോ ഒരു പാലത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ പുറത്ത് പോകാറുണ്ടായിട്ടില്ല അധികം. ഞാൻ ടി വി ഒക്കെ കണ്ട് കുറച്ച് സമയം ഇരുന്ന് അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്ന്. അപ്പോൾ ചിക്കനും സോസേജൊക്കെ എടുത്ത് വെള്ളത്തിലിടാനുണ്ടായിരുന്നു. കുടിക്കേണ്ട വെള്ളവും തീർന്നിട്ടുണ്ടായി, അതിനും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്കെടുത്ത് വെക്കുന്നതാണ് ഞാനിപ്പോൾ. വെള്ളമില്ലാത്തത് കൊണ്ട് ഇത്ര ലേറ്റായത്, അല്ലെങ്കിൽ നേരത്തെ പണിയൊക്കെ കഴിയേണ്ടതായിരുന്നു. ഇതാ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം പാസ്ത ഉണ്ടാക്കുന്നുണ്ട്, അടുത്ത റൂമിലുള്ളവർക്കും കൂടി കൊടുക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. അടുപ്പത്ത് വെച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ എണ്ണയും ഒഴിച്ചിട്ട് പാസ്ത അതിലേക്ക് ഇടണം. ഞാനിവിടെ 2.5 പാക്കറ്റ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കൂടുതൽ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട്. ഇനി പാസ്തയിലേക്ക് വേണ്ട മുട്ട ഉണ്ടാക്കാം. മുട്ട കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് മുട്ട ഒഴിച്ചതിന് ശേഷം 6 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് നന്നായി ഒന്ന് നമ്മൾ വറവാക്കുന്നത് പോലെ ആക്കി എടുത്ത് മാറ്റി വെക്കണം. മുട്ട ഉണ്ടാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കുറച്ച് കുരുമുളകും പിന്നെ ഉണക്കമുളക് പൊടിച്ചതും കൂടിയിട്ട് നന്നായി വഴറ്റണം. എന്നിട്ട് കുറച്ച് സമയം അത് മൂടി വെക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം വരും. ആ വെള്ളത്തിൽ തന്നെ ആ ചിക്കൻ വെന്ത് കിട്ടും. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ആ വെള്ളം കുറച്ച് വറ്റിയതിന് ശേഷം എണ്ണയൊഴിച്ച് വഴറ്റി എടുത്ത് മാറ്റി വെക്കണം. ചിക്കൻ അവിടെ നിന്ന് ആവുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ കുക്കറിലേക്ക് കപ്പ മാറ്റിക്കൊണ്ടിരിക്കുന്ന പാൽക്കപ്പ ഉണ്ടാക്കുന്നുണ്ട്. കപ്പയിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ തേങ്ങാപ്പാലും, പകുതി തേങ്ങാപ്പാലും പകുതി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വെച്ചത്. തേങ്ങാപ്പാലിൻ്റെ കൂടെ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്കങ്ങനെ ആയിട്ടില്ല. വെള്ളം വരാൻ ലേറ്റായത് കൊണ്ട് എൻ്റെ പണിയൊക്കെ ഇങ്ങനെ ലേറ്റായത്, അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് തീർത്ത് ഞാൻ പോയിരിക്കുന്നതാണ്. ഒരുപാട് സമയം ഇങ്ങനെ കിച്ചണിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതവിടെ നിന്ന് അങ്ങനെ ആവട്ടെ. കപ്പ ഒരു 5-6 വിസിലൊക്കെ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തത്. ഇനി അടുത്തത് പാസ്തൻ്റെ പണി തന്നെ നോക്കട്ടെ. ഇനി തക്കാളി എടുത്തിട്ട്, ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുള്ളത്, അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അരച്ചിട്ടെടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും പിന്നെ നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതും കുറച്ച് ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി വഴറ്റണം. അതിനുശേഷം ഉള്ളി അതിലേക്കിട്ട് ഞാൻ ചെറുതായി അരിയുക ചെയ്തത്. ഉള്ളി അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവും, പെട്ടെന്ന് ഉള്ളി ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളിയും അതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റണം. തക്കാളീൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര അതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുന്നത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കൂടിയാണ്. മുളക് പൊടി ഇടുമ്പം പാസ്തക്കൊരു ചെറിയ റെഡ് കളർ കിട്ടും. പിന്നെ ചില്ലി സോസും അത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ കുറച്ച് സോയാ സോസും അതും 1 ടേബിൾ സ്പൂണും ഉണ്ടാവും.
പിന്നെ ക്യാപ്സിക്കം 2 കളറേ കിട്ടിയിട്ടുള്ളൂ, അതും ഇട്ട് നന്നായി ഒന്ന് വഴറ്റണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പാസ്ത അതിലേക്ക് ഇടണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ച മുട്ടയും പിന്നെ ചിക്കനും ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തത് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് ഉള്ളി വറുത്തെടുക്കണം. അതിനു വേണ്ടി കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു 4 ഉള്ളി വരെ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 4 ഉള്ളി വരെ എടുത്തിട്ടുണ്ട്. അത് നന്നായി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയിട്ട് എടുത്ത് മാറ്റി വെക്കണം. നല്ല ബ്രൗൺ കളർ ആവണം, എന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. ഞാൻ വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിച്ചത്. 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു 4-5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ഉള്ളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റണം. അതിൻ്റെ ഏകദേശം ഒരു പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി. ഇതെല്ലാം എരിവ് ഒക്കെ നോക്കി നിങ്ങൾ മാറ്റി ഇട്ടാൽ മതി. അതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് പിന്നെ ചിക്കനും ചേർത്ത് നന്നായി വഴറ്റിയത്. അത് മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചത്. 1/2 കപ്പ് ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ചിക്കനിൽ. ചിക്കൻ അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് കപ്പയും വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ബാക്കി വന്ന തേങ്ങാപ്പാലും കൂടി കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുറച്ചൊന്ന് ലൂസായി കിടന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കനിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ ചിക്കൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലേക്ക് വറുത്തിടാം. അതിന് വേണ്ടത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഇടുക. ചെറിയ ഉള്ളി ഏറ്റവും നല്ലത്, അതാ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കറിവേപ്പിലയും. അങ്ങനെ ഉള്ളി കുറച്ച് ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പുറത്തെ അടുപ്പത്ത് സോസേജ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈയാണ്. എയർ ഫ്രയർ ചിക്കൻ ഫ്രൈ എന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉച്ചയ്ക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതിന് വേണ്ടി ഒരു 2-3 പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പിന്നെ കബാബ് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ ഇട്ട് നന്നായി മിക്സീൻ്റെ ജാറിൽ അരച്ചതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഉപ്പും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണത്. എയർ ഫ്രൈ ചിക്കൻ ആയതുകൊണ്ട് എണ്ണ അങ്ങനെ കൂടുതലുണ്ടെന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ ഒരു പ്രാവശ്യം അത് വെച്ച് അതിൻ്റെ മേലെ ഭാഗം കുറച്ച് എണ്ണ തടവി കൊടുക്കണം. അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നന്നായി സോഫ്റ്റായി കാണുന്നുണ്ട്. കുറച്ച് സമയം മുന്നേ എടുത്ത് പുറത്ത് വെക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം മുന്നേ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ചിക്കനായിട്ടത് കിട്ടുന്നുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. അതിന് വേണ്ട മുട്ടയാണ് അവിടെ നിന്ന് ആക്കിക്കൊണ്ടിരിക്കുന്നത്. മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ഇടുക. പിന്നെ കുറച്ച് ചെറുതായി പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം കളർഫുള്ളാണ് കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ച് അത് നന്നായി ഒന്ന് വഴറ്റണം. അതിന് ശേഷം ബസ്മതി റൈസ് അതിലേക്ക് ഇട്ടാൽ മതി. ഞാൻ ചോറ് രാവിലെ ഉണ്ടാക്കി വെച്ചതാണത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ഒട്ടിപ്പിടിക്കും. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെ ചോറ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരിക്കും. വേറെ കിടക്കും ചോറൊക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയും ചേർത്ത് നന്നായി ഇളക്കണം. പിന്നെ കുറച്ച് ഗരം മസാലയും സ്പ്രിംഗ് ഒനിയനും കൂടി ഇടണം. ഞാനിവിടെ സ്പ്രിംഗ് ഒനിയൻ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഞാൻ 2ാമത് കൂടി ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് മാറ്റി വെക്കുന്ന. ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ലേറ്റായി. ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. ഇതാ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന. ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന് അപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ടായി. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മാത്രമേ ഉള്ളൂ. മുമ്പ്
കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. എല്ലാവർക്കും നാളെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് പിന്നെ ആരും പ്രാവശ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെ വലിയ കേക്കൊന്നുമല്ല, ഒരു ചെറിയൊരു കേക്ക്. അത് കട്ട് ചെയ്തൊരു സന്തോഷം, എല്ലാ വർഷവും നടക്കുന്നതായത്. ചെറിയ കേക്ക് വാങ്ങി കട്ട് ചെയ്യും. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വായിലൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. എപ്പോഴും ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ കുറച്ച് സമയം ഓരോ കഥകളൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ ഇപ്രാവശ്യം നല്ല ആദ്യമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഓടി വന്ന് 12 മണിയാകുമ്പോഴത്തേക്ക് വന്ന് കേക്കൊക്കെ കട്ട് ചെയ്യേണ്ട ഒരവസ്ഥയായത്. അത് വെള്ളമില്ലാത്തത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റായി, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ തീർത്തിട്ട് ഞാൻ TV-ൻ്റെ മുന്നിൽ വന്നിരിക്കുന്നതാണ്. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം 12:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാം. അപ്പോൾ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയാം. ഫ്രൈഡ് റൈസ്, പാസ്ത, പാൽക്കപ്പ, പിന്നെ സോസേജ് ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്, ഒരു ഫ്രൈ പോലെ ആക്കിയത്. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു, മുളകിട്ടത് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ, അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ചിക്കൻ റോസ്റ്റ്, ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. എല്ലാ വർഷവും ഇങ്ങനെ തന്നെ, നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കും, എന്നിട്ട് ആഘോഷിക്കും. ഇത് തന്നെ നമ്മൾ ന്യൂ ഇയർ. പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ 31 ഭയങ്കര റഷായിരിക്കും. പുറത്ത് റോഡിൽ ഇറങ്ങാൻ പറ്റില്ല, അത്രക്ക് റഷാണ്. കാരണം ബുർജ് ഖലീഫയിൽ പൊട്ട് കാണാൻ പോകുന്ന തിരക്കായിരിക്കും. ബുർജ് ഖലീഫയിൽ മാത്രമല്ല, ഇപ്പം പല സ്ഥലങ്ങളിലും UAE പല സ്ഥലങ്ങളിലും പൊട്ട് നടക്കുന്നുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ റാസൽ ഖൈമയിൽ അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും ഭക്ഷണം കഴിക്കും. പാത്രം കഴുകാൻ ബാക്കിയുണ്ട് ഒരുപാട്. എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത് കൊണ്ട് പാത്രം കഴുകൽ നടന്നിട്ടില്ല, അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ട്, 1 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ കിടക്കാൻ പറ്റും. പിന്നെ എല്ലാ ദിവസവും ഞാൻ ലേറ്റായിട്ട് തന്നെ 1 മണി 2 മണിയായിട്ടൊക്കെ തന്നെയാണ് കിടക്കുക. അതുകൊണ്ട് എനിക്കത്ര വലിയ പ്രശ്നമൊന്നുമില്ല. രാവിലെ എണീക്കാൻ മാത്രമേ കുറച്ച് ലേറ്റ് ആവുന്നുള്ളൂ. പിന്നെ സ്കൂളുള്ള ദിവസം എന്തായാലും 5:15 തന്നെ എണീക്കണം. 5:15 എണീച്ച് കഴിഞ്ഞാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് സമയം കൂടി കിടക്കും. രാത്രി ലേറ്റായി കിടക്കുന്നത് കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് കിടന്നുറങ്ങും. അപ്പോൾ എല്ലാവർക്കും ഈ വർഷവും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ഷോർട്സായിട്ടും വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, പക്ഷെ ആരും അത് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ വേറെ ഒന്നുമില്ല, വേറെ കാര്യമായി പറയാനൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.